ഹലോ ഫ്രണ്ട്സ്, ജി കെ കേരളയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ജി കെ സീരീസാണ്, പാർട്ട് 8. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വെൻ വാസ് ദ ഓൾ ഇന്ത്യ വുമൻസ് കോൺഫറൻസ് ഫൗണ്ടഡ്? ഓൾ ഇന്ത്യ വുമൻസ് കോൺഫറൻസ് എന്ന ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 1927. അതുപോലെ ഇത് വുമൺ ആൻഡ് ചിൽഡ്രൻ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതും ഓർത്ത് വയ്ക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഈസ് ആൾസോ നോൺ ആസ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മറ്റൊരു പേര് നമുക്കറിയാം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മോണ്ടേഗു ചേംസ്ഫോർഡ് റീഫോംസ്. അപ്പോൾ ഇത് ഈ ആക്ട് വരുന്ന സമയത്ത് വൈസ്രോയ് ആയിരുന്നു ലോർഡ് ചേംസ്ഫോർഡ്. അതുപോലെ ആ സമയത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു എമാനുവൽ മോണ്ടേഗു. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഹു ഈസ് കാൾഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഏവോ ഹ്യൂം. ഏവോ ഹ്യൂമിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിക്കുന്നത് 1885. ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക, ഏവോ ഹ്യൂം എന്ന വ്യക്തി ഒരു സിവിൽ സർവൻ്റ് ആയിരുന്നു. അതുപോലെ ഇദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പക്ഷി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നുകൂടി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഏവോ ഹ്യൂം. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇന്ത്യ വിൻസ് ഫ്രീഡം ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, അബ്ദുൽ കലാം ആസാദിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ബുക്ക് എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ, സുഭാഷ് ചന്ദ്രബോസ്. ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ വാസ്. ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്ത ആദ്യത്തെ ന്യൂസ് പേപ്പർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 1780. അതുപോലെ കൊൽക്കത്തയിലാണ്. ഇതിൻ്റെ എഡിറ്റർ അല്ലെങ്കിൽ ഇത് തുടങ്ങിയ വ്യക്തി എന്ന് വെച്ചാൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, അതും ഓർത്തു വയ്ക്കാം. The Sati system was abolished in 1829 by. 1829 സതി സിസ്റ്റം അബോളിഷ് ചെയ്തത് ആരായിരുന്നു? ആ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലോർഡ് വില്യം ബെൻറ്റിക് ആണ് റൈറ്റ് ആൻസർ. അതുപോലെ അദ്ദേഹത്തിന് ഇതിനായിട്ട് ഒരുപാട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ രാജാറാം മോഹൻ റോയ്. അതും ഓർത്ത് വയ്ക്കുക, രാജാറാം മോഹൻ റോയ്. What was the name of newspaper edited by Gandhiji till 1933? Right answer ഓപ്ഷൻ ഡി ആണ്, യങ് ഇന്ത്യ. വിട്ടുപോയതാണ്, യങ് ഇന്ത്യ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, ഹരിജൻ ഈ മൂന്നും എഡിറ്റോറിയൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. അതുകൂടി ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടി പറയാം, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ ആൻഡ് ഹരിജൻ. എഡിറ്റോറിയലും ന്യൂസ് പേപ്പേഴ്സ് വീക്കിലി, അത് ഏതാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. ഇതെല്ലാം ഈ 4 ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു, ഓർത്തു വയ്ക്കുക. ഇൻ വിച്ച് സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ദ പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ അഡോപ്റ്റഡ്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ലാഹോർ സെഷനാണ് 1929. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമയത്ത് ലാഹോർ സെഷൻ പ്രിസൈഡ് ചെയ്ത ആളാരായിരുന്നു? ലാഹോർ സെഷൻ പ്രിസൈഡ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. ദെൻ അതുപോലെ ആ സമയത്ത് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിരുന്നു, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ള റെസൊല്യൂഷൻ. അത് പാസ്സാക്കിയ ഡേറ്റ് December 31, 1929 ആണ്. അതും ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്പ്ലിറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇറ്റ്സ് സെഷൻ അറ്റ്. INCയിൽ ആദ്യമായിട്ട് സ്പ്ലിറ്റ് വരുന്ന സെഷൻ ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സൂറത്ത് സെഷനാണ്. അതുപോലെ സൂറത്ത് സെഷൻ നടന്നത് 1907. അതും ഓർത്ത് വയ്ക്കുക, 1907. അതുപോലെ INC രണ്ടായി പിരിഞ്ഞു, മോഡറേറ്റുകളെന്നും എക്സ്ട്രീമിസ്റ്റുകളെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എക്സ്ട്രീമിസ്റ്റുകളിലാണ് തിലക്, ലാലാ ലജപത് റായ്, അരവിന്ദ് ഘോഷ് അങ്ങനെയുള്ള ആളുകളെല്ലാം വരുന്നത്. അതുപോലെ മോഡറേറ്റുകളിലാണ് ഗോഖലെ, ഫിറോസ് ഷാ മെഹ്ത്ത, ദെൻ സുരേന്ദ്രനാഥ് ബാനർജി, അതുപോലത്തെ ആളുകൾ മോഡറേറ്റുകളായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. അതുപോലെ മെയിനായിട്ട് ആ സമയത്ത് പ്രസിഡൻറ്റ്, INC പ്രസിഡൻറ്റ് 1907 സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്ന സമയത്ത് INC പ്രസിഡൻറ്റ് രാജ് ബിഹാരി ഘോഷ് ആയിരുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്, അതും
നോട്ട് ചെയ്യാം. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മെക്കാളെ മിനറ്റ്സിലൂടെയാണ്. അത് അപ്പോൾ നമുക്ക് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മെക്കാളെ. അതുപോലെ മെക്കാളെ മിനറ്റ്സ് വരുന്നത് പബ്ലിഷ് ചെയ്യുന്നത് 1835. വെരി ഇമ്പോർട്ടൻറ്റ്, ഇയർ കൂടി നോട്ട് ചെയ്യുക, 1835. ഓക്കെ. വിച്ച് ഗവർണർ ജനറൽ വാസ് കാൾഡ് ആസ് ദ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, റിപ്പൺ, ലോർഡ് റിപ്പൺ. Who among the following was the first European to be selected as the president of INC? INCയുടെ പ്രസിഡൻ്റായ ആദ്യത്തെ യൂറോപ്യൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, എഒ ഹ്യൂം എന്നുള്ള വ്യക്തി പ്രസിഡൻ്റ് ആയിട്ടില്ല, അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ജോർജ് യൂളാണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി ആണ്, ജോർജ് യൂൾ. ഇദ്ദേഹം പ്രസിഡൻ്റ് ആവുന്നത് 1888 അലഹബാദ് സെഷനിലാണ്. പ്രത്യേകം അതും നോട്ട് ചെയ്യുക, 1888 അലഹബാദ് സെഷനിലാണ് ജോർജ് യൂൾ ഫസ്റ്റ് യൂറോപ്യൻ ടു ബി ദ പ്രസിഡന്റ് ഓഫ് INC. The Sepoy Mutiny of 1857 occurred during the Governor Generalship of. 1857 ഷിപ്പോയ് മുട്ടണി നടക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലോർഡ് കാനിങ്. അതിലൊരു കാര്യം ശ്രദ്ധിക്കുക, കാനിങ് 1856 മുതൽ 1858 വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കാനിങ് ആണ്. അതുപോലെ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും കാനിങ് ആണ്. ഇനി കാനിങ്ങിൻ്റെ മുമ്പ് ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ് ഡൽഹൌസി, അതും ഓർത്ത് വയ്ക്കാം. വിച്ച് എമംഗ് ദ ഫോളോവിങ് മൂവ്മെൻറ്റ്സ് വാസ് നോട്ട് ലെഡ് ബൈ മഹാത്മാഗാന്ധി? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നമുക്കറിയാം മഹാത്മാഗാന്ധിയാണ്. നോൺ കോർപ്പറേഷൻ മഹാത്മാഗാന്ധിയാണ് 1920. ദെൻ സിവിൽ ഡിസോബീഡിയൻസ് 1930, 1930, അതും ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി മൂവ്മെൻറ്റ് നടക്കുന്നത് 1904-1905 കാലഘട്ടത്തിലാണ്. ബംഗാൾ വിഭജനത്തിന് എതിരായിട്ട് ആണ് ഇത് നടന്നിരുന്നത്, സ്വദേശി മൂവ്മെൻറ്റ്, അതും ഓർത്ത് വയ്ക്കുക. Who among the following is known as the father of Indian Renaissance? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, രാജാറാം മോഹൻ റോയ്. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ക്ലാസ് തന്നെ അതിന് വേണ്ടി വരും. നമ്മൾ അത്രയ്ക്ക് ഡെപ്തിൽ പോകുന്നില്ല, ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ പറയുന്നു. 1828 ഇദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത്. ബ്രഹ്മസമാജ് 1828 സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സതി നിർത്തലാക്കുന്നതിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്ത വ്യക്തി കൂടിയാണ് രാജാറാം മോഹൻ റോയ്. ബർദോളി സത്യാഗ്രഹ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ലീഡർ? ബർദോളി സത്യാഗ്രഹ ഈസ് അസോസിയേറ്റഡ് വിത്ത് സർദാർ വല്ലഭായ് പട്ടേലാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. അതുപോലെ ബർദോളി സത്യാഗ്രഹം നടക്കുന്നത് 1928, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ബർദോളി എന്നുള്ള സ്ഥലം ഗുജറാത്തിലാണ്. അതുപോലെ ഈ സർദാർ വല്ലഭായ് പട്ടേൽ എന്നുള്ള വ്യക്തി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലോട്ട് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ബർദോളി സത്യാഗ്രഹം, അതും ഓർത്തു വയ്ക്കാം. ബർദോളി സത്യാഗ്രഹം 1928, ബർദോളി ഇൻ ഗുജറാത്ത്. The partition of Bengal was revoked by British in which year? നമുക്കറിയാം ബംഗാൾ വിഭജനം നടക്കുന്നത്, അനൗൺസ്മെൻറ്റ് വരുന്നത് 1905. അത് ലോർഡ് കേഴ്സൺ ആയിരുന്നു വിഭജനം അനൗൺസ് ചെയ്യുന്ന ആൾ. അതുപോലെ ഇത് പിന്നീട് റിവോക്ക് ചെയ്യണ്ടായി. ഇത് റിവോക്ക് ചെയ്യുന്നത് 1911 ബൈ ലോർഡ് ഹാർഡിഞ്ച് സെക്കൻഡ്. ഹാർഡിഞ്ച് രണ്ടാമനാണ് ഇത് റിവോക്ക് ചെയ്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹാർഡിഞ്ച് സെക്കൻഡാണ്, അതും നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കും.